ജനയുഗം ദിനപത്രം ഫെബ്രുവരി 11 ചൊവ്വാഴ്ച 1200 മകം 29. പാതിവില തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. അന്വേഷണ ചുമതല SP MJ സോജന്. സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആദ്യം രജിസ്റ്റർ ചെയ്ത 34 കേസുകൾ ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയത്. DGP ഉത്തരവിട്ടു. എറണാകുളം ക്രൈംബ്രാഞ്ച് SP MJ സോമനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതിവേഗ പാതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേരളയിൽ. സിൽവർ ലൈന് അതിവേഗ ട്രെയിനുകൾക്ക് മാത്രമായുള്ള പാത വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേരളയിൽ. അതേസമയം റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് അനുമതിക്ക് തടസ്സമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്നും കേരളയിൽ ദക്ഷിണ റെയിൽവേക്ക് വേണ്ടി നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിവേഗ ട്രെയിനുകൾക്ക് മാത്രമായുള്ള പാതയായി പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ സന്നദ്ധമാണെന്നും കേരളയിൽ വ്യക്തമാക്കി. കൊല്ലം മേയർ രാജിവെച്ചു. കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. LDF ധാരണ പ്രകാരമാണ് രാജി. 4 വർഷം CPM-നും തുടർന്നുള്ള 1 വർഷം CPI-ക്കുമാണ് മേയർ സ്ഥാനം. കൊല്ലത്തെ മഹാനഗരമാക്കുക എന്ന പ്രവർത്തനങ്ങൾക്കാണ് LDF നേതൃത്വം നൽകിയ കോർപ്പറേഷൻ പ്രാധാന്യം നൽകിയെന്ന് പ്രസന്ന ഏണസ്റ്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞതായും നഗരസഭയ്ക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞതായും മേയർ പറഞ്ഞു. രൂപയുടെ മൂല്യവും ഓഹരി വിപണിയും വീണ്ടും താഴേക്ക്. ഡോളറിനെതിരായ വിനിമയത്തിൽ വീണ്ടും കൂപ്പുകുത്തി രൂപ. 45 പൈസയുടെ ഇടിവാണ് ഇന്നലെ വ്യാപാര തുടക്കത്തിലുണ്ടായത്. 87.95 വരെ താഴ്ന്ന ശേഷം നില മെച്ചപ്പെടുത്തി 87.5-ലെത്തി. തടസ്സം നിൽക്കരുത്. വീട് നിർമ്മാണാനുമതിക്ക് തടസ്സം നിൽക്കരുത്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി. ഗ്രാമപഞ്ചായത്തിൽ 10, നഗരത്തിൽ 5 സെന്റിന് പെർമിറ്റ് നൽകണം. വീട് ജാമ്യത്തിലാണെങ്കിൽ ജപ്തി ചെയ്യരുത്. വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ സർഫാസി നിയമപ്രകാരം നടപടിയെടുക്കുമ്പോൾ അത് ജപ്തി ചെയ്യരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വീട് അതിൽ താമസിക്കുന്നവരുടെ അവകാശമാണ്. അവരെ വഴി അതാരക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത്. ആ നില സഹകരണ മേഖലയാകെ മാതൃകയാക്കണം. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നു. ചോറോട് വാഹനാപകടം, പ്രതി പിടിയിലായി. കോടതിയലക്ഷ്യം നേതാക്കൾ ഹാജരായി. വഴി തടസ്സപ്പെടുത്തിയതിനെ തുടർന്നുള്ള കോടതിയലക്ഷ്യ കേസിൽ CPI CPM കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായി. സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി ലഭിച്ചു. സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും കരട് ബില്ല് 2025 അനുമതി നൽകിയത്. ഫീസിൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല എങ്കിലും ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരങ്ങളുണ്ടാകും. സർവകലാശാല തുടങ്ങുന്ന നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അനുമതി പത്രം റദ്ദാക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി SC ST വിഭാഗങ്ങൾക്ക് സീറ്റും, ഫീസ് ഇളവ്, മലയാളി വിദ്യാർത്ഥികൾക്ക് 40% സംവരണം, വിദ്യാർത്ഥി പരാതി പരിഹരിക്കാൻ പ്രത്യേക സമിതി എന്നിവയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. AKS2 സംസ്ഥാന സമ്മേളനം 13, 14, 15 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്നു. കിസാൻ സഭ സേലം രക്തസാക്ഷി ദിനം ഇന്ന്. 2024 കേരള ചലച്ചിത്ര അവാർഡ് 25 വരെ അപേക്ഷിക്കാം. ഓപ്പറേഷൻ സൗന്ദര്യം 3ാം ഘട്ടം. 12 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്ത വാർത്ത വരുന്നു. 1.5 ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത വാർത്തയിലുണ്ട്. കൈത്തറി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹാൻവീവ് ഹെഡ് ഓഫീസ് റൂമിൽ ധർണ നടത്തിയ വാർത്ത. അക്ഷയ അവാർഡ് PT സുഷമയ്ക്ക്. ചോദ്യപേപ്പർ ചോർച്ച കേസ് പ്രതികളെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. കേരള കേന്ദ്ര സർവകലാശാലയ്ക്കായ വ്യാജ പരാതി പിന്നിൽ ജീവനക്കാർ. കേരള കേന്ദ്ര സർവകലാശാല അധികൃതർക്കെതിരെ നിരന്തരം കേന്ദ്ര മന്ത്രാലയങ്ങളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പേരിൽ പരാതി നൽകിയത് കേന്ദ്ര സർവകലാശാലയിലെ തന്നെ അധ്യാപകനാണെന്ന് പോലീസ്. ക്യാൻസർ രോഗികൾക്കായി കൊച്ചിൻ ഓങ്കോളജി ഗ്രൂപ്പ്.
ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവമായ നിലപാടെന്നാണ് മന്ത്രിമാറ്റം പറയുന്നത്. KCB വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം 14 മുതൽ. കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കറിവെച്ച് കഴിച്ച യുവാക്കൾ അറസ്റ്റിലായി. കോഴിക്കോട് കിണറ്റിൽ വീണ കാട്ടുപന്നിയെ കൊന്ന് കറിവെച്ച് കഴിച്ച യുവാക്കൾ അറസ്റ്റിലായി. 5 യുവാക്കളെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് 2 വീടുകളിൽ നിന്ന് ഇറച്ചിയും പിടികൂടി എന്നാണ് വാർത്ത. സ്വാതി സംഗീത പുരസ്കാര സമർപ്പണം 13 എന്ന മറ്റൊരു വാർത്തയും കാണുന്നു. സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്ക് തീരു വർദ്ധിപ്പിച്ച് US. പ്രതികാര നികുതികൾ ചുമത്തുമെന്ന് പ്രസിഡന്റിന്റെ പ്രഖ്യാപനമെന്ന വാർത്തയും ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു. US ഗാസ പദ്ധതി നടപ്പിലാക്കുമെന്ന് നെതന്യാഹു പറയുന്നു. മുന്നറിയിപ്പുമായി ഹമാസ്. വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ നേരെ ആക്രമണം. ബംഗ്ലാദേശ് 1308 പേർ അറസ്റ്റിലായ വാർത്ത വരുന്നു. പുതിയ നാണയങ്ങളുടെ നിർമ്മാണം US നിർത്തിവെച്ചു. അമേരിക്കയും യൂറോപ്പും സുരക്ഷ ഉറപ്പു നൽകണം. റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സെലൻസ്കി പറയുന്നു. അമേരിക്കയും യൂറോപ്പും ഉക്രൈനെ കൈവിടില്ല എന്ന് ഉറപ്പ് ലഭിച്ചാൽ റഷ്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. മെഡിക്കൽ കോളേജിൽ ഒഴിവ്. പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വിദേശ തൊഴിൽ വായ്പാ പദ്ധതി തുടങ്ങിയവയെക്കുറിച്ചും വാർത്ത കാണുന്നു. സേലം 1950 പ്രക്ഷോഭത്തിന്റെ അഗ്നിനാളം. ജനയുഗം 6-ാം പേജിൽ KV വസന്തകുമാർ എഴുതിയ പഠനാർഹമായ ഒരു ലേഖനം കാണുന്നുണ്ട്. ബിരേൻ സിംഗിന്റെ രാജിയും മണിപ്പൂർ എന്ന ദേശീയ ദുരന്തവും. മുഖപ്രസംഗമാണിത്. അധികാരത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ കലാപങ്ങൾക്കും വംശീയവും വർഗീയവുമായ വിദ്വേഷത്തിനും കൂട്ടക്കൊലകൾക്കുമുള്ള പങ്കിന്റെ പ്രാധാന്യം നന്നായി തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പറ്റം ഫാസിസ്റ്റുകളാണ് രാജ്യഭരണം കൈയാളുന്നതെന്ന് മണിപ്പൂർ എന്ന ജീവിക്കുന്ന ദേശീയ ദുരന്തം സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം. ജനങ്ങളെ മുന്നിൽ കണ്ട കേരള ബഡ്ജറ്റ് 2 ബഡ്ജറ്റ് 2 സമീപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് CR ജോസ് പ്രകാശ് പഠനാത്മക ലേഖനം എഴുതിയിരിക്കുന്നത്. കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര ശ്രമത്തിനൊപ്പം പ്രതിപക്ഷം നിൽക്കരുതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറയുന്നു. പട്ടികജാതി വർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡും ഗ്രാൻഡും വർദ്ധിപ്പിക്കണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ആവശ്യപ്പെടുന്നു. ദീർഘകാല വൈദ്യുതി കരാറിന് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളും കാണുന്നുണ്ട്. പോലീസുകാരന്റെ കൊലപാതകം പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്നു. വിഴിഞ്ഞത്തിന് 2159 കോടി രൂപ ചെലവാക്കിയ വാർത്ത. ആഴക്കടൽ മണൽ ഖനനം വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് P രാജീവ്. ആഴക്കടൽ മണൽ ഖനനം വലിയ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ്. കേരളത്തിന്റെ ആഴക്കടൽ മണൽ ഖനനത്തിനുള്ള നീക്കം തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കോട്ടയം നഗരസഭാ ക്രമക്കേട് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുന്ന വാർത്തയുണ്ട്. വയനാട് സഹകരണക്കോഴ ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ട് ജനയുഗം പറയുന്നു. RCFL കടപ്പത്രങ്ങൾ ഇറക്കിയത് നിയമങ്ങൾ പാലിച്ചെന്ന് മന്ത്രി പറയുന്ന മറ്റൊരു വാർത്ത. പുതിയ ആകാശത്തിലേക്കുള്ള ടേക്ക് ഓഫ് നിയമസഭയെക്കുറിച്ച് ജെയ്സൺ ജോസഫ് എഴുതിയതാണിത്. പുതിയ ആകാശം, പുതിയ വികസന പദ്ധതികൾ, ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാത്തിനും ഒരുപിടി മുന്നിൽ. നവകേരള നിർമ്മിതിക്ക് ആവേശകരമായ കുതിപ്പ് നൽകുന്ന ക്രിയാത്മക ഇടപെടലിനാണ് ഈ ബഡ്ജറ്റ്. സാമ്പത്തികമായി ഞെരുക്കമാണെന്ന് കരുതുന്ന രാഷ്ട്രീയ നിലപാടുകളെ ബദൽ വിഭവ സമാഹരണ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കും എന്നതിൻ്റെ തെളിവ് ബഡ്ജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉള്ളടക്കം കാച്ചിക്കുറുക്കി എന്നാണ് ജെയ്സൺ ജോസഫ് എഴുതിയിരിക്കുന്നത്. ICU പീഡനക്കേസ് കൂടുതൽ പേരെ പ്രതി ചേർക്കണം. അതിജീവിത പരാതി നൽകി എന്ന് പറയുന്നു. ബോട്ട് മറിഞ്ഞ് മലയാളി ജവാനെ കാണാതായെന്ന് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കരുതെന്നാണ് ASFന്റെ വാദം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തെ അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനുള്ള നീക്കം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്നും ASF സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയുടെ വാണിജ്യവൽക്കരണം ലക്ഷ്യം വയ്ക്കുന്ന ശ്യാം B മേനോൻ കമ്മിറ്റിയുടെ വിവാദ നിർദ്ദേശം വിദ്യാഭ്യാസത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന്
സർക്കാർ പിന്മാറേണ്ട സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്നും ASF കുറ്റപ്പെടുത്തി. യാതൊരു നിയന്ത്രണങ്ങളും പാലിക്കാതെ മെറിറ്റും സാമൂഹ്യനീതിയും അട്ടിമറിച്ച് സർവകലാശാലകളിലെ കച്ചവട സ്ഥാപനമാക്കി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല. വിദ്യാഭ്യാസത്തെ കൂടുതൽ ജനകീയവും സാർവത്രികവും ജനാധിപത്യപരവുമായി മാറ്റുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എക്കാലത്തെയും നയം. അതുകൊണ്ട് തന്നെ സാമൂഹ്യനീതി അട്ടിമറിക്കുന്നതും വിദ്യാഭ്യാസ കച്ചവടത്തിന് അവസരം ഒരുക്കുന്നതുമായ സ്വകാര്യ സർവകലാശാലകൾ അവതരിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ മേഖലയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതോടെ സ്വകാര്യവൽക്കരണത്തിന് നിയമസാധ്യത ലഭിക്കുകയാണ് എന്നാണ് ASF പറയുന്നത്. മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് അന്തിമ തീരുമാനം നാളെ. വിമതരായി 17 MLA മാർ. പ്രത്യേക ഭരണപ്രദേശം പിന്നോട്ടില്ല എന്ന് കുക്കി സംഘടന പറയുന്ന വാർത്തയിൽ കാണുന്നു. ആധാർ പദ്ധതിയുടെ പേരിൽ കേന്ദ്രം ദൂർത്തടിച്ചത് 11,385 കോടി രൂപ എന്നാണ് മറ്റൊരു വാർത്ത. വേണാട് എക്സ്പ്രസ് നിലമ്പൂർ വരെ നീട്ടുന്നത് പരിഗണനയിലെന്ന് പറയുന്നു. രാമരാജ്യക്കാരും സനാതനക്കാരും തമ്മിലടിച്ചു, പൂജാരിക്ക് പരിക്ക്. ഹൈദരാബാദിൽ നിന്നാണ് വാർത്ത. രാജ്യതലസ്ഥാനം രാമരാജ്യം സ്ഥാപിക്കുന്നതിനായി സഹായിക്കാൻ വിസമ്മതിച്ച ക്ഷേത്ര പൂജാരിക്ക് രാമരാജ്യ സൈന്യത്തിന്റെ അതിക്രൂരമർദ്ദനം. ചിൽഗൂർ ബാലാജി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി CS രംഗരാജനാണ് മർദ്ദനത്തിനിരയായത്. ഈ മാസം 7-നാണ് സംഭവം നടന്നത്. മുഖ്യ പൂജാരിയുടെ പിതാവും ക്ഷേത്ര സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ കൺവീനറുമായ MV സൗന്ദരരാജൻ മാധ്യമങ്ങളെ സമീപിച്ചതിനെ തുടർന്നാണ് സംഭവം പുറം ലോകം അറിയുന്നത്. സനാതന ധർമ്മ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് രംഗരാജൻ. രാമരാജ്യം സ്ഥാപിക്കുന്നതിന് രംഗരാജന്റെ രക്ഷാകർതൃത്വവും സാമ്പത്തിക സംഭാവനയും സംഘം ആവശ്യപ്പെട്ടു. എന്നാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ രംഗരാജന്റെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത തുടരുകയാണ്. മഹാകുംഭമേള 300 കിലോമീറ്റർ ഗതാഗതക്കുരുക്ക് എന്ന് മറ്റൊരു വാർത്ത. വ്യാജ മരുന്ന് പരസ്യം ചീഫ് സെക്രട്ടറിമാർ ഹാജരാകണമെന്ന് സുപ്രീം കോടതി പറയുന്ന വാർത്ത ന്യൂഡൽഹിയിൽ നിന്ന്. ഡൽഹിയിലെ 31 MLA മാർ ക്രിമിനൽ കേസ് പ്രതികൾ എന്ന് പറഞ്ഞ മറ്റൊരു വാർത്തയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 70 MLA മാരിൽ 31 പേരും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നാണ് റിപ്പോർട്ട്. ജനപ്രതിനിധികളുടെ അയോഗ്യത അഭിപ്രായം തേടി സുപ്രീം കോടതി. മദ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ചത് കൊലപാതകമെന്ന് പറയുന്നു. അയൽവാസികൾ പിടിയിലായി. അമ്പലപ്പുഴയിൽ നിന്നാണ് വാർത്ത. കേന്ദ്ര ബഡ്ജറ്റ് പാർലമെന്റിന്റെ ഇരുസഭകളിൽ ചർച്ചകൾ തുടങ്ങി എന്ന വാർത്ത. ന്യൂമോണിയ കരുതൽ വേണം, സൂക്ഷ്മാണു പകരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാർത്തകളും കാണുന്നുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് നാളെ 49 വയസ്സ്. PJ ജിജിമോനാണ് എഴുതിയിട്ടുള്ളത്. ഇലക്ട്രൽ ട്രസ്റ്റ് സംഭാവനയിലും BJP 857 കോടി രൂപ കൈക്കലാക്കി. ആകെ തുകയുടെ 70% ജനഹിതം പറയുന്നത്. ഇന്ത്യൻ ആകാശത്ത് മത്സരിച്ച് റഷ്യ US യുദ്ധവിമാനങ്ങൾ താരങ്ങളായി Su-57, F-35 ലൈറ്റ്നിങ് 2. 1-ാം ക്ലാസ് പ്രവേശനത്തിന് പരീക്ഷയോ അഭിമുഖമോ നടത്തരുതെന്ന് മന്ത്രി പറയുന്ന മറ്റൊരു വാർത്ത. 1-ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസും രക്ഷിതാക്കൾക്ക് ഇന്റർവ്യൂ നടത്തരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമാണെന്നും നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പേവിഷബാധ വന്നവർക്ക് ദയാവധം വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി. പേവിഷബാധ അസാധാരണ രോഗാവസ്ഥയായി കണക്കാക്കി രോഗികളെ അന്തസ്സായി മരിക്കാൻ അനുവദിക്കണമെന്ന ഹർജി 2 ആഴ്ചക്കകം പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. സൈക്കിൾ ട്രാക്ക് വേണമെന്ന ഹർജി കുടിവെള്ളം പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ലെന്ന് സുപ്രീം കോടതി പറയുന്ന വാർത്ത വരുന്നു ന്യൂഡൽഹിയിൽ നിന്ന്. ഇൻഫോസിസിലെ നിർബന്ധിത കൂട്ടപ്പിരിച്ചുവിടൽ. തൊഴിൽ മന്ത്രാലയത്തിന് പരാതി. ഗുണ്ടകളെ ഉപയോഗിച്ച് മൊബൈൽ അടക്കം പിടിച്ചു വെച്ചു എന്നാണ് വാർത്ത കാണുന്നത്. ഇതോടെ ജനയുഗം വാർത്ത വായന ഞാൻ ചുരുക്കുകയാണ്. എല്ലാവർക്കും നന്ദിയും നമസ്കാരവും.